ഇടുക്കി ജില്ലയിലെ കടൽ കണ്ടവരുണ്ടോ? എന്റെ മുന്നേ വരെ നമ്മുടെ കട്ടപ്പനയ്ക്ക് അടുത്തൊരു കടലുണ്ടെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? ഇതാണ് മുനം ഇക്കോ ടൂറിസം. അവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഇതുപോലെ ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് താഴോട്ട് ഇറങ്ങുന്ന വഴി തന്നെ ഒരു ചെറിയ താമര ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് അറിയാൻ കാണാൻ. ഞങ്ങൾക്ക് അവിടെ എൻട്രി ഫീസ് ആയത് 90 രൂപയാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർ കൂടെ ഏകദേശം 700 മീറ്ററോളം നമുക്ക് ട്രക്ക് ചെയ്ത് തന്നെ പോകേണ്ടി വരും. ചെറിയ പാറക്കെട്ടുകളൊക്കെ ഉണ്ട്, സൂക്ഷിച്ചിറങ്ങി പോകണം. പിന്നെ അങ്ങോട്ടുള്ള വഴിയെല്ലാം അടിപൊളിയായിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നേരത്തെ പോലെയല്ല, ഇപ്പൊ വിശ്രമിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാടിനുള്ളിൽ തന്നെ അടിപൊളി ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടുക്കിയുടെ സ്വത്തായ നമ്മുടെ ഇടുക്കിയുടെ മാത്രം കടലിലോട്ട് നമ്മൾ പോവാണ്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് നദിയിൽ അനുവാദം കൂടാതെ ഇറങ്ങരുതെന്ന്. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് ചെല്ലുന്നത്. ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷം. അവിടെ ചെല്ലുമ്പോ കിട്ടുന്ന ആ ഒരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഇനി നമുക്കും പറയാം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്ക് സ്വന്തമായ ഒരു കടലുണ്ടെന്ന്. ഇതിനപ്പുറത്തേക്ക് ഇനി പോകാൻ സാധിക്കില്ല. നേരത്തെ നമുക്ക് താഴോട്ട് ഇറങ്ങാൻ സാധിക്കുമായിരുന്നു. അവിടെ ഒരു മരച്ചൂട്ടിൽ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിട്ടിയ സ്ഥലമാണിത്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ വിരിഞ്ഞു നിന്ന താമര തിരിച്ചു വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? കമന്റ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട.